ആലോചിച്ചു നോക്കൂ, കൊടിയ അധർമ്മം നടക്കുമ്പോൾ, വലിയ വലിയ നമ്മൾ മനസ്സിൽ ആദരവോടെ കരുതിയിരുന്നവരിൽ നിന്നും അധർമ്മം പ്രവർത്തിക്കപ്പെടുമ്പോൾ, നാട് നശിക്കാൻ പോകുന്നു എന്ന് നമ്മൾ ആകുലപ്പെടുമ്പോൾ, ലോകത്തെല്ലായിടത്തും അനീതി വർദ്ധിക്കുമ്പോൾ, ഒരു അരുത് എന്ന സ്വരത്തിന് വലിയ പ്രസക്തിയുണ്ട്. ആ സ്വരം പക്ഷെ വളരെ ചെറുതായിരിക്കാം, അത് ചെലുമ്പിച്ച ശബ്ദമായിരിക്കാം, അതിന് വലിയ ശക്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് കീജയ് വിളിക്കാൻ പിറകിൽ ആയിരങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ശബ്ദം മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഒരനീതി നടക്കുമ്പോൾ നമ്മൾ ഒരാളെങ്കിലും അരുത്, അത് ചെയ്യരുത് എന്ന് പറയാൻ സാധിച്ചാൽ അവനെയല്ലേ നമ്മൾ ധീരൻ എന്ന് വിളിക്കുന്നത്. അതാണ് മഹാഭാരതത്തിൽ കൃഷ്ണദൗത്യം വിജയിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ യുദ്ധത്തിന് ദൂതിന് പോകുന്നതിന് മുൻപ് കൃഷ്ണൻ എല്ലാവരോടും പോയി ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പൊ എല്ലാവരും പറഞ്ഞു നമുക്ക് യുദ്ധം വേണ്ട, ഇത്രയും ദുരന്തങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യുദ്ധം നമുക്ക് വേണ്ട. അങ്ങനെയാണ് കൃഷ്ണൻ അത് പോകാൻ തീരുമാനിച്ചത്. പക്ഷെ ഒരാൾ മാത്രം, അതാരായിരുന്നു? ദ്രൗപദി ആയിരുന്നു. കേശമിതു കണ്ടു നീ കേശവാഗമിക്കേണം എന്ന് പറഞ്ഞു. എന്റെ അഭിമാനം സംരക്ഷിക്കാൻ യുദ്ധം സംഭവിക്കണം. അപ്പൊ ചിലയിടത്ത് സ്ത്രീയുടെ അഭിമാനം സംരക്ഷിക്കാൻ യുദ്ധം സംഭവിച്ചേ മതിയാവൂ. സ്ത്രീ എന്ന് പറഞ്ഞാൽ രാജ്യം തന്നെയാണ്. അതാണ് മഹാഭാരതത്തിലൂടെ എനിക്ക് തോന്നുന്ന ഒരാശയം.